പുതുയുഗ പിറവിക്കായി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡിന്റെ മണ്ണിൽ നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയിലെ മുഴുവൻ ഘടകകക്ഷികളുടെയും നേതാക്കന്മാർ ഈ യാത്രയിൽ അണിനിരക്കുകയാണ്. ഒരു തീർത്ഥയാത്ര കണക്കെ ഈ യാത്ര തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ സമാപിക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ഐക്യജനാധിപത്യ മുന്നണി നേതാക്കന്മാരും ജാഥ ക്യാപ്റ്റനുമായ വി.ഡി. സതീശൻ അടക്കമുള്ളവർ പറയുന്നത്. വിശദമായി പരിശോധിക്കാം എന്തിനു വേണ്ടിയാണ് ഈ യാത്ര. 2016 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൻ്റെ മണ്ണിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഭരണം ലഭിച്ചില്ലെന്ന് മാത്രമല്ല, തുടർച്ചയായി 2 തവണയായി കേരളം CPM-ഉം ഇടതു മുന്നണിയും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു മാറ്റം വരുത്താൻ ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം പുറത്തെടുത്ത ഐക്യജനാധിപത്യ മുന്നണി ഭരണം പിടിക്കാനുള്ള പോരാട്ടം നടത്തുകയാണ്. ആ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പുതുയുഗ യാത്രയുമായി കടന്നു വരുന്നത്. ഈ യാത്ര മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം എന്താണ്? കേരളത്തിൻ്റെ മണ്ണിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കുക, കേരളത്തിലെ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട അഴിമതി കഥകൾ ചർച്ചയാക്കുക, കേരളത്തിലെ വ്യവസായങ്ങളുടെ സംരക്ഷണം അവകാശപ്പെട്ട അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിൽ ഒരു വ്യവസായങ്ങൾ സംരക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, പുതിയ ഒരു വ്യവസായത്തിന് തുടക്കം കുറിക്കാൻ പോലും സർക്കാരിന് കഴിഞ്ഞില്ല എന്നാണ് UDF പറയുന്നത്. ഇതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് വലിയ ചർച്ചയാക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു യാത്രയുമായി ഐക്യജനാധിപത്യ മുന്നണി കടന്നു വരുന്നത്. സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് കേരളത്തിലെ 14 ജില്ലകളിലും പര്യടനം നടത്തുന്ന യാത്രയ്ക്ക് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കേരളത്തിന് ഒരു പുതുയുഗം സമ്മാനിക്കുക, അത് തന്നെയാണ് ഈ യാത്രയുടെ ലക്ഷ്യം. ഈ യാത്രയുമായി മുന്നോട്ട് പോകുന്ന UDF ലക്ഷ്യം വെക്കുന്നത് 2026 തെരഞ്ഞെടുപ്പിൽ ഭരണം നേടുക എന്നത് തന്നെയാണ്. ഭരണം നേടി മുന്നോട്ട് പോകുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണി കുറേ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സംസ്ഥാനത്തിൻ്റെ വികസനത്തിനൊതുങ്ങുന്ന, ഈ സംസ്ഥാനത്തിൻ്റെ വികസനം ലക്ഷ്യം വെച്ച, ഈ സംസ്ഥാനത്തിൻ്റെ വളർച്ച ലക്ഷ്യം വെച്ച, സംസ്ഥാനത്തെ നാനാവിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന വികസന പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് സംസ്ഥാനത്തെ ഈ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ അവകാശവാദം. അതുവേണ്ടി കൂടിയാണ് ഈ യാത്ര. ഈ യാത്ര കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മുന്നോട്ട് പോകുമ്പോൾ ഓരോ പ്രദേശത്തെയും പ്രധാനപ്പെട്ട ആളുകളെ കണ്ട് അവരോട് സംവദിച്ച് അവരിൽ നിന്നും ആശയം ഏറ്റുവാങ്ങി അത് ക്രോഡീകരിച്ച വലിയ റിപ്പോർട്ട് തയ്യാറാക്കി അടുത്ത UDF-ന്റെ പ്രകടന പത്രികയിൽ അതിൽ കൂടി ഉൾപ്പെടുത്താനാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ തീരുമാനം. എന്തായാലും വി.ഡി. സതീശൻ ലക്ഷ്യം വെക്കുന്ന ആ കേരളം കെട്ടിപ്പടുക്കാൻ അത് തന്നെയാണ് ഈ യാത്ര കൊണ്ട് UDF-ഉം കോൺഗ്രസും ലക്ഷ്യം വിടുന്നത്. കോൺഗ്രസിൻ്റെ 1ാം നിര 2ാം നിര നേതാക്കന്മാരെയെല്ലാം സാക്ഷി നിർത്തിക്കൊണ്ടാണ് മഞ്ചേശ്വരത്തിൻ്റെ മണ്ണിൽ നിന്നും ഈ യാത്ര ആരംഭിച്ചത്. ഈ യാത്ര മഞ്ചേശ്വരം കടന്ന് കാസർഗോഡ് കടന്ന് കണ്ണൂരും വയനാടും കോഴിക്കോടും പാലക്കാടും എറണാകുളവും കോട്ടയവും കൊല്ലവും പത്തനംതിട്ടയും കഴിഞ്ഞ് തിരുവനന്തപുരത്തെത്തുമ്പോൾ ആ യാത്ര മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം അന്വർത്ഥമാക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. കോൺഗ്രസ് വലിയ വിജയം ലക്ഷ്യമിട്ടുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കി മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ ഈ യാത്ര തങ്ങളുടെ നിയോജക മണ്ഡലങ്ങളെത്തുമ്പോൾ ബൂത്ത് കമ്മിറ്റികളടക്കം എണ്ണയിട്ട യന്ത്രം കണക്കെ ചലിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് കോൺഗ്രസിന് വലിയ കുതിപ്പേകാൻ കഴിയും. ആ കുതിപ്പിൽ സംസ്ഥാനത്തിൻ്റെ ഭരണം തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ കോൺഗ്രസിന് കഴിയുമെന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും ശുഭപ്രതീക്ഷ. ഈ യാത്ര മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം കേരളത്തിൻ്റെ മണ്ണിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. അതുമാത്രമല്ല, ഈ യാത്രയോടൊപ്പം ഐക്യജനാധിപത്യ മുന്നണിയുടെ എല്ലാ നേതാക്കന്മാരുമുണ്ട്. ഒരേ മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ 2016-ലെയും 2021-ലെയും ശേഷം തോൽവിക്ക് പകരം വീട്ടി ഐക്യജനാധിപത്യ മുന്നണിക്ക് അധികാരത്തിൽ വരാൻ കഴിയും. അങ്ങനെ അധികാരത്തിൽ വരുമ്പോൾ ഐക്യമുന്നണി കേരളത്തിൽ ഒരു സർക്കാർ രൂപീകരിക്കും. ആ സർക്കാരിൻ്റെ തലപ്പത്ത് കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും. അതിനുവേണ്ടിയാണ് കോൺഗ്രസ് നേതാക്കന്മാർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നത്. മുമ്പത്തെ പോലെയല്ല, സ്ഥാനാർത്ഥി നിർണയം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ കോൺഗ്രസ് പൂർത്തിയാക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. മധുസൂദനൻ മിസ്ത്രിയുടെ നേതൃത്വത്തിലുള്ള
സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നിരീക്ഷകരായുള്ളത്. കനയ്യകുമാറും എ.ജെ. ജോർജും അതോടൊപ്പം തന്നെ സച്ചിൻ പൈലറ്റുമാണ് ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ. ആ സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ള യുവ നേതാക്കന്മാർ കേരളത്തിലേക്ക് എത്തി കേരളത്തിലെ സ്ഥിതി വിവരിച്ച, കേരളത്തിലെ സ്ഥിതി പഠിച്ച സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ ഒന്നാം നിര രണ്ടാം നിര നേതാക്കന്മാർ കേരളത്തിൽ പ്രചരണത്തിലെത്തിയാൽ ഐക്യമുന്നണിക്കും കോൺഗ്രസിനും കേരളം ഭരിക്കാൻ കഴിയും. അതിൻ്റെ തുടക്കമാണ്, കാഹളമാണ് ഈ പുതുയുഗയാത്ര.